ആണല്ലേ? നമ്മുടെ മക്കളെ കൊണ്ടു നിങ്ങൾക്കൊരു ചെറിയ സംഭാവന കൊണ്ടുവന്ന് ഇടയ്ക്ക് പിള്ളേര് കൊണ്ടുവന്നു. ശരി. അത് വെറൈറ്റി ഇതാ വണ്ടിയിലൊരു വെറൈറ്റി ആളുണ്ട്. നമുക്ക് പോയി കണ്ടാലേ. ചുമ്മാ ഒരു കാശ്മീരി യാത്ര. വണ്ടി ഇങ്ങോട്ടേക്ക് എടുക്കോ? ആ നമുക്ക് ഇങ്ങോട്ട് അവിടെ അപ്പോൾ നമ്മളൊരു വെറൈറ്റി കാഴ്ചയുണ്ട്. വെറൈറ്റി ഒരു ഓൾ ഇന്ത്യ റൈഡറിനാണ് ഇപ്പോൾ കണ്ടിരിക്കുക. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നമുക്ക് പിന്നെ ഇത് തന്നിട്ടുണ്ട്. നമ്മളെ 5 വീടിന് വേണ്ടിയിട്ട് അവർ സംഭാവനയൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും റൈഡിൽ ബാക്കിൽ ഒരാളുണ്ട്, ഒരു വെറൈറ്റി ഒരാളുണ്ട്. അത് നമുക്ക് അതിനെ കാണിച്ചു കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമുക്ക് കാണാം കേട്ടോ. ഇതാ വരുന്നുണ്ട്. കണ്ടോ നമ്മളെ ചാർലി ഇപ്പോൾ ഒരാള് നമ്മൾ ഇതിന്റെ ബാക്കിലുണ്ട്. അത് നമുക്ക് അങ്ങോട്ടേക്ക് സൈഡാക്കല്ലേ? ജോപ്പന്റെ യാത്ര. ഓ പിന്നെ ഇല്ല, മറിയത്തില്ല. ഇദ്ദേഹം കേരള ടു കാശ്മീർ അല്ലേ? 14 ഡിസ്ട്രിക്ട് ആൻഡ് 28 സ്റ്റേറ്റ്. യൂണിയൻ ടെറിട്ടറി എഴുതാനുള്ള സ്ഥലം ഇല്ല. അല്ല, അതും കൂടി എഴുതിയാണല്ലേ? ഹലോ ഏയ് കുഞ്ഞി ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കിക്കേ. ഹലോ ചക്കട മോനെ. ആ വെറൈറ്റി യാത്രയാ. ഒരു വെറൈറ്റി ഉണ്ടോ? ഇതാരെ നോക്കിണ്ട പടച്ചോണേ. ഹലോ ഇങ്ങോട്ട് നോക്കിക്കേ. ഇതിന്റെ പേരെന്താ? കുഞ്ഞുമോളെ. എന്താണ് കുഞ്ഞുമോളെ ആടെ വച്ചോണേ. സ്റ്റാൻഡ് 2 സെറ്റാക്കി പോയി. അപ്പം കുഞ്ഞുമോളെ ഇതപ്പം കാശ്മീർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഏകദേശം കുറെ നാളെ തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല അടിപൊളി കുഞ്ഞുമോളാണ്. അവരെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണിത്. സെറ്റ്. എല്ലാരും വെറൈറ്റി പിടിച്ച് ഇങ്ങനെ പോവാ യാത്ര. വെറൈറ്റി. ചാർലിക്ക് ശേഷം ആദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ ഒരു മകളെ. മുതലല്ലേ കുഞ്ഞുമോളെ. കിടുമോള്. അമ്മച്ചിയാണ്. ശരി. ഇത് എന്നിട്ടാണോ ഇങ്ങനെ ചെറിയ മക്കളെ പോലെ ഞങ്ങൾ പറ്റിക്കുന്നത്? ചേട്ടൻ ഫുള്ള് വൈബാ. ചേട്ടൻ എത്ര പ്രായമുണ്ട്? എനിക്ക് 48 വയസ്സ്. അടിപൊളി. ഒന്ന് യാത്ര പോകണം, എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലേ? ചെറുപ്പം തൊട്ട് യാത്രയോട് ഭയങ്കര കമ്പമുള്ള ആളാണ്. അതെയോ? എന്റെ വല്യമ്മാവന്മാരൊക്കെ ഏലപ്പാറ കട്ടപ്പന ഭാഗത്തായതുകൊണ്ട് കോട്ടയത്തുനിന്ന് ആ ചുരം കയറി താഴെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരി. ഒരു 8ാമത്തെ വയസ്സിൽ വല്യമ്മാവന്റെ കൂടെ യാത്ര തുടങ്ങിയതാണ്. അപ്പം എനിക്ക് സമയം കിട്ടിയ അന്നേരം വീട്ടിൽ നിന്ന് മുങ്ങിയിരിക്കും. ഏലപ്പാറ ഏതെങ്കിലും മലയാളം കണ്ടാലായിരിക്കും. അവിടെ വെളുപ്പിനെ 4 മണിക്കൊക്കെ ബൈക്ക് എടുത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞാൻ അവിടെ ഉണ്ടെന്ന്. അവിടുന്ന് വിളിച്ചു പറയുമ്പോഴേ വീട്ടിൽ അറിയാം. എപ്പോഴും വൈബിന്റെ ആളാണല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനിയിപ്പോ എത്ര നാളും കൊണ്ട് കവർ ചെയ്തിട്ട് വരും കാശ്മീർ വരെ? 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വരും. 2 വർഷം എന്നാണ് കരുതുന്നത്. അതല്ലേ? അത് ഇത്രയും നമ്മള് സാധാരണ എല്ലാരും കാശ്മീർ കാണുക എന്നുള്ള ചിന്തയോടെയാണ് പോകാറ്. ഞാൻ അങ്ങനെയല്ല. നിങ്ങളെപ്പോലെ തന്നെ എല്ലാ സ്റ്റേറ്റും എല്ലാ കേന്ദ്രഭരണ പ്രദേശവും കവർ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ ടോപ്പ് സ്പോട്ടായിട്ടുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് കാശ്മീരിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് ആലപ്പുഴയിൽ നിന്നാണ്. കുട്ടനാട്. അതായത് അപ്പർ കുട്ടനാട് മേഖല. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി നീണ്ടൂർ എന്ന ഭാഗത്തു നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആ വഴിക്കാണ് ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയത്.
അങ്ങനെ ആലപ്പുഴ ജില്ല മൊത്തം കവർ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊല്ലത്തേക്ക് കൊല്ലം തീരദേശ മേഖല മുഴുവൻ കഴിഞ്ഞു. പക്ഷേ ഈ തിരുവനന്തപുരം കൊല്ലം മേഖലയ്ക്കുള്ള കുഴപ്പം ഇതിനിടയിൽ 3 വഴികളുണ്ട്. അപ്പം ഞാൻ MC റോഡ് ഒഴിവാക്കി, തിരക്ക് കൂടുതലാണ്. അപ്പം മലയോര മേഖല പിടിച്ചു. കാരണം മലയോരത്തിലാണ് കൃഷിയും കാര്യങ്ങളും നിങ്ങൾ മലയോരത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിന്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ഞങ്ങൾ കോട്ടയംകാർക്ക് അതൊരു വൈബ് തന്നെയാണ്. അപ്പൊ ആ കാഴ്ചകളും ആ ആളുകളുമായിട്ടുള്ള മിംഗ്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കുറെ ബന്ധങ്ങൾ കിട്ടിയില്ലേ കുറെ ആൾക്കാരെ? ഇപ്പൊ ഞാൻ ഒരു മാസം 3 ദിവസമായി. കഴിഞ്ഞ 11-ാം തീയതി ഇറങ്ങിയതാണ്. പക്ഷെ മഴ നിങ്ങൾക്കും അനുഭവം ഉണ്ടല്ലോ, 17 ദിവസം നമ്മൾ മഴയത്ത് വിട്ടുപോയി. അതുകൊണ്ട് നമുക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പാലത്തിന്റെ അടിയിലും കടത്തിണ്ണയിലും പിന്നെ പള്ളിയുടെ ഷെഡിലും ഒക്കെയാണ്. ടെന്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടോ? അതെയോ? ഫുഡ് നമ്മളിലുണ്ട്. അപ്പം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ക്യാമ്പിങ് ഗ്യാസും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞുമായിട്ട് യാത്രയാണ്. ഇവന് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം പഠിച്ച് മനസ്സിലാക്കി എല്ലാവരെയും അറിഞ്ഞുള്ള യാത്രയാണ്. ചേട്ടൻ എന്തായാലും നല്ലൊരു യാത്രേൻ്റെ ഉദ്ദേശങ്ങൾ, ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ എന്തായാലും എന്താ പറയുക സാഫല്യമാവട്ടെ. എല്ലാം യാത്രയിൽ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ സേഫായിട്ട് പോയി വരാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവനുമായിട്ട് ഇവളുമായിട്ടൊരു യാത്രയാണ്. അതുപോലെ ഇതാണ്ടോ അതിനുവേണ്ടി സേഫായിട്ട് നല്ലൊരു കൂട് കിട്ടുമോ. നല്ല കൂടെന്ന് പറഞ്ഞാൽ സേഫായിട്ട് നല്ല ഇരുമ്പം കൊണ്ട് നല്ല സെറ്റപ്പായിട്ട്. മൊത്തം സൈക്കിൾ ഒരു ഏകദേശം 50 കിലോ ഉണ്ട് അല്ലേ? 50 കിലോ ഉണ്ട്. 8 കിലോയേ ഉള്ളൂ. 8 കിലോ അതിന്റെ ബോഡിയാണ്. എന്റെ കസിൻ ബ്രദറിന്റെ സൈക്കിളാണ്. അവൻ ഉപയോഗിക്കാതിരുന്നോണ്ട് ഞാൻ എടുത്തോണ്ട് പോകുന്നതാണ്. ശരി. ചെറിയ റിപ്പയറിംഗ് ഒക്കെ ഉണ്ട്. ചെയ്യാം. ഓക്കെ. അപ്പോൾ സൈക്കിള് കണ്ടോ, സൈക്കിളിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സേഫായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2 വർഷം പല വഴികൾ, പല സ്ഥലങ്ങൾ, കട്ടറും കുണ്ടും ഇറക്കവും കയറ്റവും കാര്യങ്ങളൊക്കെ. ഒരു അടിപൊളി സൈക്കിളിൽ. എന്തായാലും ചേട്ടാ കണ്ടതിൽ സന്തോഷം. യാത്ര എന്തായാലും ഭംഗിയാവട്ടെ. നമ്മളെ ചാനലിൻ്റെ പേരെന്തായിരുന്നു? ജോപ്പൻ്റെ യാത്ര എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് അല്ലേ? ഓക്കെ. ബൈ ബൈ. താങ്ക് യു.